ഹലോ എവ്രി വൺ, വെൽക്കം ടു മാത്സ് വിത്ത് ദീപക് കൃഷ്ണ. നമ്മൾ ഇന്ന് ഒരു പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ദാറ്റ് ഈസ് സ്പീഡ് ടെസ്റ്റ്. SSC CGL ഇപ്പോൾ 2026 എക്സാം ഒരു 1-2 മാസത്തിനുള്ളിൽ എക്സാം വരുന്നതായിരിക്കും. അപ്പോൾ ഒരു എക്സാം എഴുതുന്നതിന് മുന്നേ നമ്മൾ ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ മോക്ക് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മോക്ക് ടെസ്റ്റ് നിങ്ങൾ ഓൺലൈനായിട്ട് തന്നെ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ, ഇഷ്ടംപോലെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അത് പർച്ചേസ് ചെയ്തിട്ട് അതിനനുസരിച്ച് മോക്ക് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ സ്പീഡ് ഇൻക്രീസ് ആവത്തുള്ളൂ. ഇപ്പം സെക്ഷണൽ ടൈമിംഗ് കൂടെ വന്നതുകൊണ്ട് നമുക്ക് മാത്സിൽ 25 ക്വസ്റ്റ്യൻസ് 15 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ ചെയ്ത് തീർക്കണം. അപ്പോൾ ഈ 25 ക്വസ്റ്റ്യൻസും എല്ലാ ക്വസ്റ്റ്യൻസും ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. ചിലത് ഡിഫിക്കൽട്ടായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ ഡിഫിക്കൽട്ടായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ നമ്മളത് സ്കിപ്പ് ചെയ്യാനും കൂടെ പഠിക്കണം. അതിനാണ് ആർട്ട് ഓഫ് സ്കിപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി ചിലപ്പോൾ നമുക്ക് ഉണ്ടാവില്ല. എക്സാം ടൈമിൽ നമ്മൾ ചിലപ്പോൾ ചെയ്ത് കുറച്ച് ടൈം അതിന് ഇൻവെസ്റ്റ് ചെയ്തു, എന്നിട്ട് കിട്ടിയില്ലെങ്കിലും നമ്മൾ അതിൽ തന്നെ സ്റ്റക്കായി നിൽക്കും. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് മൂവ് ഓൺ ചെയ്യത്തില്ല. ആ മൂവ് ഓൺ ചെയ്യണമെങ്കിൽ അത് ബൈ പ്രാക്ടീസ് മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പം മാക്സിമം നമ്പർ ഓഫ് മോക്ക് ടെസ്റ്റ് നിങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ കണ്ട ഇത് ഡിഫിക്കൽട്ടാണ്, ഇതിപ്പോൾ ചെയ്യേണ്ട, പിന്നീട് റിവ്യൂ, പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിലോട്ട് തിരിച്ച് വന്നിട്ട് പറ്റുകയാണ് ടൈം ഉണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ അതൊക്കെ ബൈ പ്രാക്ടീസേ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൽ 25 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാകുന്ന ഒരു എക്സാം പോലെ തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഞാനിപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്കും വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്പം തന്നെ ചെയ്തിട്ട് അത് കിട്ടിയോ ഇല്ലേ എന്ന് നോക്കുക. ഓക്കെ, അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങളിപ്പം ഓൾമോസ്റ്റ് ഇത് എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാത്തവരാണെങ്കിൽ ത്രൂ ഔട്ട് വീഡിയോ വാച്ച് ചെയ്യുക. പിന്നെ അതിൽ നിന്ന് നിങ്ങൾ നോട്ട്സ്, ഓരോ ഫോർമുലാസ് ഒക്കെ വരുമ്പോൾ അത് ബൈ ഹാർട്ട് ഒന്ന് നോട്ട് ചെയ്തും കൂടെ പോവുക. ഓക്കെ, അപ്പോൾ ഒരു നോട്ട്, പേപ്പറും പെന്നും കയ്യിലെടുത്ത് വെക്കുക, എന്നിട്ട് കൂടെ അങ്ങ് പോവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. അതോടൊപ്പം തന്നെ ഇതിന് മുന്നേ നമ്മൾ ഓരോ ടോപ്പിക് വൈസിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പെർസെൻറ്റേജും റേഷ്യോ പ്രൊപ്പോർഷൻസും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണുക, കണ്ടിട്ട് ലൈക്ക് ചെയ്യേണ്ടത് ലൈക്കും ചെയ്യുക. ഓക്കെ, ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഷെയറും ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ നീട്ടുന്നില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: ആൻ എമൗണ്ട് ഓഫ് മണി ബിക്കംസ് 7 times its ഒറിജിനൽ വാല്യൂ ഇൻ 20 years വിത്ത് സിമ്പിൾ ഇൻട്രസ്റ്റ്. കാൽക്കുലേറ്റ് ദ ഇയർലി ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ ഇവിടെ ഒരു എമൗണ്ട്, അപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് എടുക്കുന്നു. ഇപ്പോൾ 1 രൂപ എന്ന് പറയുന്ന ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ അത് എത്രയായിട്ട് മാറുകയാണ്? 20 years കഴിയുമ്പോഴത്തേക്കും 7 times its ഒറിജിനൽ വാല്യൂ. അപ്പോൾ ഒന്നാണെങ്കിൽ 7 times, അതായത് 7 × 1 7. അപ്പോൾ ഒന്നാണെങ്കിൽ 7ലോട്ട് ചേഞ്ച് ചെയ്യാണ് ഇൻ 20 years. അപ്പോൾ വിത്ത് സിമ്പിൾ ഇൻട്രസ്റ്റ്. അപ്പോൾ എത്രയായിരിക്കും? അതിൻ്റെ ഇയർലി ഇൻട്രസ്റ്റ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ 1 നിന്ന് 7 ആവണമെങ്കിൽ എത്രയാണ് ഡിഫറൻസ്? 6. സോ 6/1% ആണ്. സോ ഇൻറ്റു 100%. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 600% ആയിരിക്കും സിമ്പിൾ ഇൻട്രസ്റ്റ് വരുന്നത്. ഇത് എത്ര വർഷമാണ്? 20 years ആണ്. ഒരു വർഷത്തെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഡിവൈഡഡ് ബൈ 20. അപ്പോൾ എത്ര വരും? 20 ക്യാൻസൽ ചെയ്താൽ 30. ഓക്കെ, സോ ആൻസർ ഇസ് 30. സോ 30%, ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ നമ്മൾ എക്സാമിന് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇത് എഴുതേണ്ട കാര്യമില്ല, നമുക്ക് മൈൻഡിൽ തന്നെ ചെയ്യാം. 6 ആണ് ഡിഫറൻസ് വരുന്നത്. സോ 600% ഡിവൈഡ് ബൈ 20. അപ്പോൾ നോക്കി തന്നെ ആൻസർ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് കഴിഞ്ഞു. രണ്ടാമത്തതോ: A dealer allowed a 73% discount on an article and was still able to manage a 56% profit. Find the ratio of the cost price to listed price. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൽ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ അറിയേണ്ട ഫോർമുല എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ മാർക്ക്ഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ, കോസ്റ്റ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് 100 മൈനസ് ഡിസ്കൗണ്ട് ആയിരിക്കും. ഓക്കെ, ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ആണ്, 100% മൈനസ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്. ഓക്കെ, പെർസെൻറ്റേജ് എല്ലാം ക്യാൻസൽ ആയിപ്പോൾ, റേഷ്യോ ആണല്ലോ. സോ 100 മൈനസ് ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ 100 പ്ലസ് പ്രോഫിറ്റ്. ഈ ഫോർമുല നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇതറിയാമെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? മാർക്ക്ഡ് പ്രൈസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ മാർക്ക്ഡ് പ്രൈസ്, ഇതാണ് കാണേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 100 മൈനസ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്. ഡിസ്കൗണ്ട് എത്രയാണ്? 73. അപ്പോൾ 100 മൈനസ് 73 27. അപ്പോൾ ഞാൻ അത് മൈൻഡിൽ തന്നെ ചെയ്യാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതുന്നേ ഉള്ളൂ. 100 മൈനസ് 27 ഡിവൈഡഡ് ബൈ 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്. പ്രോഫിറ്റ് എത്രയാണ്? 56%. ദാറ്റ് ഈസ് 56. അപ്പോൾ എത്ര കിട്ടും? 100 മൈനസ് 73. ഞാൻ 27 മൈനസ് ചെയ്ത ഇതിലങ്ങ് എഴുതി പോയതാണ്. 73. സോ ദാറ്റ് ഈസ് 27 ഡിവൈഡഡ് ബൈ 156. ഓക്കെ, അപ്പോൾ 27 ഡിവൈഡ് ബൈ 156 3ൽ ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്കും 9, ഇതിൽ ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്കും 52. സോ 9:52, ഓപ്ഷൻ എ. ഓക്കെ, നെക്സ്റ്റ് തേർഡ് വൺ: The marked price of a wardrobe is 8,640, which is 35% above the cost price. It is sold at a discount of 20% on the marked price. Find the profit percentage. Okay, അപ്പോൾ ഇവിടെ എല്ലാം പെർസെൻറ്റേജ് ആണ് ചോദിച്ചിട്ടുള്ളത്, പെർസെൻറ്റേജ് ആണ് തന്നിട്ടുള്ളതും
പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ പെർസെൻറ്റേജ് തന്നു, പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനാണെങ്കിൽ നമുക്ക് ഈ എക്സാക്റ്റ് ഈ വാല്യൂവിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇത് ഒരു എക്സ്ട്രാ ആയിട്ട് തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് എത്രയാണ്, ഒരു ഒരു ആർട്ടിക്കിളിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്, ഇറ്റ് വിച്ച് ഈസ് സോൾഡ് അറ്റ് 35% എബവ് ദ കോസ്റ്റ് പ്രൈസിൽ അത് വിൽക്കുന്നു. അതാണ് മാർക്ക്ഡ് പ്രൈസ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് ഡിസ്കൗണ്ട് എത്രയാണ്, മാർക്ക്ഡ് പ്രൈസിൽ ഡിസ്കൗണ്ട് 20% കൊടുക്കുകയാണ്, അതായത് കൂട്ടിയിട്ട് പിന്നെ കുറയ്ക്കുകയാണ്. അപ്പോൾ അതിനർത്ഥം പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സക്സസീവ് ഡിസ്കൗണ്ട് ആയിരിക്കും. ഓക്കെ, സക്സസീവ് ഡിസ്കൗണ്ട് ഫോർമുലയാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സക്സസീവ് ഡിസ്കൗണ്ടിൻ്റെ സോ സക്സസീവ് ഡിസ്കൗണ്ട് 2% ഒന്ന് ഇൻക്രീസും ഒന്ന് ഡിക്രീസും ആണെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യത്തത് എത്രയാണ്, ഇറ്റ് ഈസ് 35% ഇൻക്രീസ് ആണ്, സോ ഇറ്റ് ഈസ് +35. സോ 35, 20% ഡിസ്കൗണ്ട് ഡിക്രീസ് ആണ്, സോ 35 - 20, പിന്നെ എത്രയാണ് -35 ഇൻറ്റു, ഇത് സക്സസീവ് ഡിസ്കൗണ്ടിൽ നമ്മൾ ഇതൊക്കെ ചാപ്റ്റർ എടുത്തിട്ടുള്ളതാണ്. ഓക്കെ, 35 × 20 / 100. ഓക്കെ, 100 ഇത്രയും പെർസെൻറ്റേജ് ആയിരിക്കും. ഓക്കെ, ഇതായിരിക്കും നെറ്റ് പെർസെൻറ്റേജ്, ഇതായിരിക്കും പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ നെറ്റ് എഫക്റ്റീവ് ഡിസ്കൗണ്ട് ഒക്കെ കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് രണ്ടും പ്ലസ് ആണെങ്കിൽ, രണ്ട് വാല്യൂസ് ആണെങ്കിൽ ഇതെന്ത് ചെയ്യണം, ഇത് രണ്ടും പ്ലസ് ആയിരിക്കും. ഒന്ന് പ്ലസ് ഒന്ന് മൈനസ് ആണ്, അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇത് ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്കും 0, ഇത് എത്ര ടൈംസ്, ഇത് 25 ടൈംസ് പോയി, ഇത് എത്രയാണ് 7 ടൈംസ് പോയി. സോ 35 - 20 15, 15 - 7 8. സോ ആൻസർ ഈസ് 8%. സോ ഓപ്ഷൻ സി. ഓക്കെ, നെക്സ്റ്റ് 4ാമത്തെ ക്വസ്റ്റ്യൻ. The base area of a prism is increased by 28% while the height decreases by 11%. By what percentage does its volume increase? അപ്പോൾ ശരിക്കും ഒരു പ്രിസത്തിൻ്റെ വോളിയത്തിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്, ബേസ് ഏരിയ ഈസ് ഇൻക്രീസ്ഡ് ബൈ 28%. 28% ബേസ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്നു. ഹൈറ്റ് എത്രയാണ്, ഇറ്റ് ഈസ് ഡിക്രീസ്ഡ് ബൈ 11%. 11% ഡിക്രീസ് ആണ്. അങ്ങനെയാണെങ്കിൽ വോളിയത്തിന് ഉണ്ടാകുന്ന ചേഞ്ച് എത്ര പെർസെൻറ്റേജ് ആണ് ചേഞ്ച് ഉണ്ടാകുന്നത്, അത് ഇൻക്രീസ് ആണ് തന്നിട്ടുള്ളത്, ഇൻക്രീസ് ആയിരിക്കും. അപ്പോൾ ഇവിടെയും നമ്മൾ ഏത് കൺസെപ്റ്റാണ് യൂസ് ചെയ്യേണ്ടത്, സക്സസീവ് തന്നെയാണ്. അപ്പോൾ സക്സസീവിൻ്റെ കൺസെപ്റ്റ് യൂസ് ചെയ്യുമ്പോൾ പെർസെൻറ്റേജ് കാണണമെങ്കിൽ എത്രയായിരിക്കും, ഇറ്റ് ഈസ് 28 ഇൻക്രീസ് ആണ്, സോ 28, 11% ഡിക്രീസ് ആണ്, സോ 28 - 11, പിന്നെ -28 × 11. ഓക്കെ, ശരിക്കും ഈ 28 പ്ലസ് ആണ്, 11 എന്ന് പറയുന്നത് മൈനസ് ആണ്, അതുകൊണ്ടാണ് ഇവിടെ മൈനസ് വരുന്നത്, / 100. നിങ്ങൾക്കറിയാം ഈ ഫോർമുല പഠിച്ചിട്ടുള്ളതല്ലേ, എക്സും വൈയും പെർസെൻറ്റേജ് ആണെങ്കിൽ ഇറ്റ് ഈസ് x+y + xy / 100. പ്ലസ് മൈനസ് ആണ്, അതിനനുസരിച്ച് പ്ലസ് മൈനസ് ഇട്ട് കൊടുക്കുക. സോ ഇതിൻ്റെ ആൻസർ എത്ര വരും, ഇറ്റ് ഈസ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ 28 - 11 ഇറ്റ് ഈസ് 17 -28 × 11 / 100. അപ്പോൾ 28 × 11, അപ്പോൾ 11ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ്, 2 ഡിജിറ്റ് ആണെങ്കിൽ ജസ്റ്റ് 2ഉം 8ഉം ഇവിടെ എഴുതുക, രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് 10 വരും. അപ്പോൾ ഇറ്റ് ഈസ് ആ ക്യാരി ഓൺ ചെയ്യും, സോ 308. സോ 308 / 100, അപ്പോൾ എത്ര വരും, 3.08. സോ 17 - 3.08 എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നിങ്ങൾക്ക് യൂണിറ്റ് ഡിജിറ്റ് നോക്കിയാലും മതി. അപ്പോൾ ഇത് എത്രയാണ്, 2 ആണ് ലാസ്റ്റ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ വരാണ്ടത്, സോ ഇറ്റ് ഈസ് 13.92. 17 എന്നാണല്ലോ, അപ്പോൾ എന്തായാലും ഇതായിരിക്കില്ല, 19 ആയിരിക്കില്ല. ഓക്കെ, അല്ലെങ്കിൽ മൈനസ് ചെയ്താൽ മതി. അപ്പോൾ കൂടുതലും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഓപ്ഷൻസും കൂടെ നോക്കിയിട്ട്, ചിലത് നമ്മൾ ഫുള്ള് ആൻസർ ചെയ്യത്തില്ല, നമ്മൾ അവിടെ ഓപ്ഷൻസ് നോക്കിയിട്ട് ഡിജിറ്റൽ സം കോൺസെപ്റ്റോ ഏതാണെന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് നോക്കിയിട്ടായിരിക്കും നമ്മൾ ആൻസറിലോട്ട് വരുന്നത്. ഓക്കെ, ഫുള്ള് നമ്മളിപ്പം മറ്റേ എക്സാം ചെയ്യുന്ന പോലെ പേപ്പറിൽ എഴുതുന്ന റിട്ടൺ എക്സാം എഴുതുന്ന പോലെ എഴുതി അണ്ടർലൈൻ ഇട്ട് ടിക്കിട്ട് പോകുന്നതല്ല നമ്മൾ SSCക്ക് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് 5th ക്വസ്റ്റ്യൻ. ഹൗ മെനി കോമൺ ടാൻജൻസ് ഡു 2 സർക്കിൾസ് ഹാവ് when the distance between their centers equal the sum of their radii? അപ്പോൾ എത്ര ടാൻജൻറ്റ് പോസിബിൾ ആണെന്നാണ്. അപ്പോൾ 2 സർക്കിൾസ് തന്നിട്ടുണ്ട്. ഓക്കെ, 2 സർക്കിൾസ് തന്നതിൽ അവർ പറഞ്ഞ എന്താണ്, അവരുടെ സെൻറ്ററുകൾ തമ്മിലുള്ള സം. ഓക്കെ, സെൻറ്റർ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഇതിപ്പോൾ R1, ഇത് R2. ഓക്കെ, 2 സെൻറ്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സം ഓഫ് ദ റേഡിയൈ, അതായത് 2 സർക്കിളും ഇങ്ങനെ ഈ ഒരു കോമൺ പോയിന്റിൽ ടച്ച് ചെയ്തിട്ടുള്ള സർക്കിൾസ് ആണ്. ഓക്കെ, അപ്പോൾ എത്ര ടാൻജൻസ് വരയ്ക്കാമെന്ന് ചോദിച്ചാൽ, ഒരു ടാൻജൻറ്റ് എന്ന് പറഞ്ഞാൽ കോമൺ ടാൻജൻസ് എത്ര വരയ്ക്കാമെന്ന് ചോദിച്ചാൽ, ഒന്നിങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഒന്നിങ്ങനെ വരയ്ക്കാം. ഓക്കെ,
പിന്നെ ഒന്ന് ദാ ഇങ്ങനെ വരയ്ക്കാം, പിന്നെ ഒന്ന് ഈ പോയിന്റിലൂടെ കട്ട് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ ടോട്ടൽ 3 ടാൻജൻസ് ആയിരിക്കും നമുക്ക് വരയ്ക്കാൻ പറ്റുന്നത്. ഇത് പടമൊന്നും വരയ്ക്കേണ്ട, ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് വരച്ചെന്നേ ഉള്ളൂ. 3 ടാൻജൻറ്റ് നമുക്ക് അറിയാം, ഒരു 2 മീറ്റ് സെൻറ്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സം ഓഫ് റേഡിയസ് ആണെങ്കിൽ അത് ഒരു പോയിന്റിൽ ടച്ച് ചെയ്യുന്ന സർക്കിൾസ് ആണ്. അപ്പോൾ 3 ടാൻജൻസ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് 6ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ഫൈൻഡിങ് ദ HCF of 2 numbers by division method, the quotients are 4, 5, 4, 6 and 9 respectively, and the last divisor is 45. What is the LCM of 2 numbers? അപ്പോൾ ലോങ് ഡിവിഷൻ മെത്തേഡ് ക്വോഷ്യൻസ് ആർ 4, 6, 9 ആണ്. ലാസ്റ്റ് ഡിവൈസർ എന്ന് പറഞ്ഞാൽ 45 ആണ്. അപ്പോൾ ലാസ്റ്റ് ഡിവൈസർ 45 എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും അതിൻ്റെ HCF എന്ന് പറയുന്നത്, ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്. ഇനി വാട്ട് ഈസ് ദ LCM ഓഫ് 2 numbers? അപ്പോൾ ഇതിൻ്റെ ആ 2 നമ്പേഴ്സിന് LCM എത്രയാണെന്ന് ചോദിച്ചാൽ ആ LCM എന്ന് പറയുന്നത് എന്താണ്? ഈ ഹയസ്റ്റ് കോമൺ ഫാക്ടറിലും ഡിവിസിബിൾ ആയിരിക്കും. അപ്പോൾ ഈ 45 ഡിവിസിബിൾ ആയിട്ടുള്ളതായിരിക്കും, 45ലും ആ LCM ഡിവിസിബിൾ ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ ഓപ്ഷൻസ് നോക്കിയാൽ മതി. അപ്പോൾ ഓപ്ഷൻസ് നോക്കണമെങ്കിൽ 45ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ നോക്കുന്നതിന് പകരം നമ്മൾ എന്താ ചെയ്യുന്നത്? 45 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 9 × 5 ആണ് അല്ലേ? 9 × 5 ആണ് 45 എന്ന് പറയുന്നത്. അപ്പോൾ 9ലും ഡിവിസിബിൾ ആയിരിക്കും, 5ലും ഡിവിസിബിൾ ആയിരിക്കും. അപ്പോൾ ഈ ഓപ്ഷൻസിൽ നോക്കിയാൽ മതി 9ലും 5ലും ഡിവിസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും എളുപ്പം എന്താണ്? 5ൻ്റെ നോക്കുകയാണ്. 5ൻ്റെ ഓപ്ഷൻ നോക്കുമ്പോൾ തന്നെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ യൂണിറ്റ് പ്ലേസിൽ 5 ഉള്ളത്, രണ്ടിലും പോകണം. ഓക്കെ, സോ ഓപ്ഷൻ ഡി. ബാക്കിയുള്ളതൊന്നും പോകത്തില്ലല്ലോ. ഇത് ലാസ്റ്റ് എൻഡ് ചെയ്യുന്നത് ഒന്നുകിൽ 5ൻ്റെ ഡിവിസിബിലിറ്റി നോക്കണമെങ്കിൽ ഒന്നിൽ 0ൽ എൻഡ് ചെയ്യണം, അല്ലെങ്കിൽ 5ൽ എൻഡ് ചെയ്യണം. അപ്പോൾ ഇതൊന്നും അല്ല. സോ ഓപ്ഷൻ ഡി, 5 മാത്രം. നെക്സ്റ്റ് question number 7. 100 men have provisions for 27 days. If 55 men have left, for how many days the same provisions would last for the remaining men? Okay, അപ്പോൾ ഇവിടെ യൂസ് ചെയ്യേണ്ട ഫോർമുല എന്താണ്? M1D1 is equal to M2D2. M1D1/T1 അങ്ങനെ ഉണ്ടല്ലേ. സോ M2D2. സോ ആദ്യത്തെ M1 എത്രയാണ്? 100 മെന്നിന് എത്രയാണ്? D1 27 ഡേയ്സ്, M2 എത്രയാണ്? ഇറ്റ് ഇസ് 45. ഓക്കെ, 45 മെന്നിന് എത്ര ഡേയ്സ് എന്നാണ്. സോ D2 is equal to 100 × 27 ഡിവൈഡഡ് ബൈ 45. ഓക്കെ, അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആൻസർ കിട്ടും 45. ഇത് എത്ര? 9ൽ പോവും അല്ലേ? 9ൽ 3, 5, 20, 60. ഓക്കെ, സോ ആൻസർ 60. 20 × 3 60. സോ ഓപ്ഷൻ എ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 8. A trader gives 15% discount on the marked price of an article and gives 2 articles free for buying 16 articles. 16 കൊടുക്കുമ്പോൾ 2 ഫ്രീ ആയിട്ട് കൊടുക്കും. And gains 36% okay in the entire transaction. അപ്പോൾ ഓവറോൾ എത്രയാണ്? 36% പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 36. Assuming a customer pays for 16 articles, the marked price of an article is what percentage more than its cost price? അപ്പോൾ മാർക്ക്ഡ് പ്രൈസ് ടു കോസ്റ്റ് പ്രൈസ്, ഇതാണ് നമുക്ക് കാണേണ്ടത്. അത് എത്ര പെർസെൻറ്റേജ് കൂടുതലാണെന്നാണ്. അപ്പം സക്സസീവ് ഓഫ് മാർക്ക്ഡ് പ്രൈസിൻ്റെ പെർസെൻറ്റേജും ആൻഡ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നതായിരിക്കും പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ സക്സസീവ് കാണണമെങ്കിൽ ഒന്നുകിൽ നമുക്ക് ആ മറ്റേ ഫോർമുലയിൽ ചെയ്യാം, അല്ലെങ്കിൽ മാർക്ക്ഡ് പ്രൈസ് അപ്പോൺ കോസ്റ്റ് പ്രൈസ്. ഓക്കെ, ഇവിടെ ഡിസ്കൗണ്ട് കൊടുക്കുന്ന എത്രയാണ്? 15% ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ 15% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രാക്ഷണൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇറ്റ് ഇസ് 3/20. അതായത് ഇങ്ങനെ നോക്കിയാൽ മതി, എത്രയാണ്? 5% എന്ന് പറഞ്ഞാൽ 1/20. 3% എന്ന് പറഞ്ഞാൽ 3 × 1/20, ദാറ്റ് ഈസ് 3/20. ഓക്കെ, 3/20. അപ്പോൾ ഇവിടെ ഡിസ്കൗണ്ട് ആണ്, മൈനസ് ആണ്. സോ ഇവിടെ ചെയ്യുമ്പോൾ എത്ര വരും? ഇറ്റ് ഇസ് മാർക്ക്ഡ് പ്രൈസ് എന്ന് പറയുന്നത് 17/20 ആയിരിക്കും. ഓക്കെ, സോ ഇൻറ്റു 17, കാരണം 3 യൂണിറ്റ് ഡിസ്കൗണ്ട് ആയിട്ട് പോകാനിട്ട്. സോ 17/20 ഇൻറ്റു, ഇനി വീണ്ടും എന്താണ്? 2 ആർട്ടിക്കിൾസ് ഫ്രീ ഫോർ ബൈയിങ് 16 ആർട്ടിക്കിൾസ്. അതായത് 2 ആർട്ടിക്കിൾ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഫോർ ബൈയിങ് 16 ആർട്ടിക്കിൾസ്. അപ്പോൾ ടോട്ടൽ എത്രയാണ്? ടോട്ടൽ 16 + 2 18. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് രണ്ടും ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്കും എത്ര വരും? 1/9. ഓക്കെ, 1/9 ജസ്റ്റ് -1/9. സോ ഇവിടെ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എത്ര വരും? ഇതിൻ്റെ ഫ്രാക്ഷണൽ വാല്യൂ എഴുതുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് 8 / 9. ദാറ്റ് ഈസ് ഈക്വൽ ടു
പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണ്? 36% ഗെയിൻ ആണ്. അപ്പോൾ 36% ആണെങ്കിൽ ഗെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഇസ് 136 ഡിവൈഡഡ് ബൈ 100. 100 ആണെങ്കിൽ കോസ്റ്റ് പ്രൈസ് എങ്കിൽ അതിൻ്റെ ഇത് എത്രയായിരിക്കും? 36% ആണെങ്കിൽ 136. അപ്പോൾ ഇവിടെ ഇത് ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്കും 17 × 8 എന്ന് പറഞ്ഞാൽ 136 ആണ്. അപ്പോൾ ഇത് ക്യാൻസലായി. ഇനി ഇവിടെ ഇത് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 2ൽ എത്രയാണ്? 5 ടൈംസ്. സോ മാർക്ക്ഡ് പ്രൈസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് 9/5 എന്ന് കിട്ടും. ഓക്കെ, 9/5. ഇവിടെ ചോദിച്ചിട്ടുള്ളത് അതിൻ്റെ പെർസെൻറ്റേജ് ആണ്. ഓക്കെ, വാട്ട് പെർസെൻറ്റേജ് ഇറ്റ് ഇസ് മോർ എന്നാണ്. അപ്പോൾ ഇവിടെ ഡിഫറൻസ് എത്രയാണ്? ഇറ്റ് ഇസ് 4 യൂണിറ്റ്സ് ആണ്, +4 ആണ്. സോ ഇറ്റ് ഇസ് 4 ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ്, ദാറ്റ് ഈസ് 5/100. ദാറ്റ് ഈസ് ഈക്വൽ ടു 80. 4 × 20, 80%. So option B. Okay. Next. Question number 9. After selling an article at a discount of 20%, the profit percentage obtained is 32%. What is the markup percentage? അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് കോസ്റ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ മാർക്ക്ഡ് പ്രൈസ് ഇസ് ഈക്വൽ ടു ഇറ്റ് ഇസ് 100 മൈനസ് ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ 100 പ്ലസ് പ്രോഫിറ്റ്. അപ്പോൾ ഇവിടെ എത്ര വരും? ഇറ്റ് ഇസ് 100 മൈനസ് ഡിസ്കൗണ്ട് എത്രയാണ്? 20. അപ്പോൾ ദാറ്റ് ഇസ് 80. 100 മൈനസ് 20 ഡിവൈഡഡ് ബൈ പ്രോഫിറ്റ് 32% ആണ്. സോ ഇറ്റ് ഇസ് 132. അപ്പോൾ 80 ഡിവൈഡഡ് ബൈ 132. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്കിത് എത്ര വെച്ച് ക്യാൻസൽ ചെയ്യാം? 4 വെച്ച് പോകും അല്ലേ? 4 വെച്ച് 20, 33. ഓക്കെ, സോ 20 ഡിവൈഡഡ് ബൈ 33. ചോദിച്ചിട്ടുള്ള വാട്ട് ഈസ് മാർക്കപ്പ് പെർസെൻറ്റേജ് ആണ്. സോ മാർക്ക്ഡ് പ്രൈസിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ഇവരുടെ ഡിഫറൻസ് നോക്കുക. ഡിഫറൻസ് എത്രയാണ്? ഡിഫറൻസ് ഇസ് 13 അല്ലേ? ഇറ്റ് ഇസ് 13. സോ ഇറ്റ് ഇസ് 13 അപ്പോൺ കോസ്റ്റ് പ്രൈസ്. എപ്പോഴും മാർക്ക്ഡ് പ്രൈസ് പെർസെൻറ്റേജ് എത്രയായിരിക്കും? അപ്പോൺ കോസ്റ്റ് പ്രൈസ് ആയിരിക്കും. ഇവിടെ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 20. സോ 20 × 100. അപ്പോൾ എത്രയാണ്? 5 ടൈംസ്, ദാറ്റ് ഇസ് 15, 65. So option C, 65%. Okay. Next. The average age of 26 students of a class is 37 years. If the age of the teacher is also included, the average age of the whole group becomes 38 years. The age of the teacher in years. അപ്പോൾ ഇവിടെ നമ്മൾ ഫോർമുല യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലെന്തി ആയിപ്പോവും. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ടീച്ചറിൻ്റെ ഏജ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ടീച്ചറിൻ്റെ ഏജ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഫസ്റ്റ് ആവറേജ് ഏജ് ഓഫ് 26 സ്റ്റുഡൻസ് ഓഫ് എ ക്ലാസ്സസ് 37 ഇയേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ 37 പ്ലസ് എന്ത് ചെയ്യണം? ഇനി ഇവരുടെ ടീച്ചറിനെയും കൂടെ ആഡ് ചെയ്തപ്പോൾ എത്രയായി? ആവറേജ് 38 ആണ്. അപ്പോൾ 37 38 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ഇയർ ആണ്. ഓക്കെ, സോ 1 ഇയറിൻ്റെ ഏജ് എന്ന് പറയുന്നത് എത്ര ആൾക്കാരുടെയാണ് ആവറേജ് വന്നിട്ടുള്ളത്? എത്ര ആൾക്കാരുടെ ടോട്ടൽ ഉള്ളത്? ടോട്ടലസ് ആദ്യം 26 ഉണ്ട്, ടീച്ചറിനെയും കൂടെയും കൂട്ടിയപ്പോൾ 27. അപ്പോൾ 27 ആൾക്കാരുടെ ആവറേജിലാണ് 1 ഇയറിൻ്റെ വ്യത്യാസം വന്നിട്ടുള്ളത്. സോ 1 × 27. അപ്പോൾ എത്ര വരും? 37 + 27. ദാറ്റ് ഈസ് ഈക്വൽ ടു 64. ടീച്ചറിൻ്റെ ഏജ് എത്രയായിരിക്കും? 64. ഓക്കെ, നെക്സ്റ്റ് 11. If the fourth proportion to 17x and 9 is 91, then find the value of x. Okay, ratio and proportion. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇറ്റ് ഈസ് 17:x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 7 ഈക്വൽ ടു പ്രൊപ്പോർഷണൽ ടു 7:91. അപ്പോൾ 7:91 എന്ന് പറയുമ്പോൾ 7 ഇത് എത്രയായിരിക്കും? ഇത് ഇൻറ്റു 13 ചെയ്യുമ്പോൾ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി, അവരുടെ റിലേഷൻ ആയിരിക്കും. സോ ഇൻറ്റു 13 ചെയ്യുമ്പോഴാണ് 91 വരുന്നത്. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? ഇവിടെയും ഇൻറ്റു 13 ചെയ്യുക. സോ ദാറ്റ് ഇസ് 17 × 13. അപ്പോൾ ലാസ്റ്റ് യൂണിറ്റ് ഡിജിറ്റ് നോക്കിയാൽ മതി. യൂണിറ്റ് ഡിജിറ്റ് എത്രയാണ്? 1ൽ എൻഡ് ചെയ്യുന്നത് നോക്കിയാൽ മതി. ഓപ്ഷൻ, സോ ഓപ്ഷൻ ഡി, 221. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 12. Which line is parallel to y is equal to 3x plus 5? അപ്പോൾ ഒരു ഇക്വേഷൻ ഓഫ് എ ലൈനിൻ്റെ ജനറൽ ഇക്വേഷൻ എന്താണ്? ജനറൽ ഇക്വേഷൻ ഓഫ് എ ലൈൻ എന്ന് പറഞ്ഞാൽ y is equal to mx plus c ആണ്. അതിൽ m എന്ന് പറയുന്നത് എന്താണ്? സ്ലോപ്പ് ആയിരിക്കും. ഓക്കെ, സ്ലോപ്പ് ഓഫ് എ ലൈൻ. രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ അവരുടെ സ്ലോപ്പ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ശരിക്കും സ്ലോപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അറിയില്ല. എത്ര ടാൻ തീറ്റയാണ്, ഓക്കെ, എത്ര ചരിഞ്ഞിട്ടുണ്ടെന്നാണ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസിൽ പോസിറ്റീവ് ഡയറക്ഷനിൽ.
അപ്പോൾ 2 ലൈൻസ് പാരലൽ ആണെങ്കിൽ അവർ ചരിഞ്ഞിരിക്കുന്ന ആംഗിൾ സെയിം ആയിരിക്കും. ദാറ്റ് മീൻസ് സ്ലോപ്പ് ഓഫ് 2 പാരലൽ ലൈൻസ് ആർ ഈക്വൽ. ഓക്കെ, ഇനി 2 ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവരുടെ സ്ലോപ്സിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഇസ് -1 ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഒരു സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ മറ്റേ ആളുടെ നെഗറ്റീവ് റെസിപ്രോക്കൽ ആയിരിക്കും പെർപെൻഡിക്കുലറിൻ്റെ കേസിൽ. പാരലൽ ആണെങ്കിൽ സെയിം. അപ്പോൾ ഇവിടെ y = mx + c. അപ്പോൾ ഇവിടെ സ്ലോപ്പ് എത്രയാണ്? ഇറ്റ് ഇസ് 3 ആണ്. അപ്പോൾ 3 വരുന്ന എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 3 വരുന്നത് ഏതാണെന്ന് നോക്കുക. ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ ബി. y = mx + c അതേ ഫോർമാറ്റിൽ തന്നെ എഴുതണം, ഉണ്ടായിരിക്കണം. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 13. ദ ലാസ്റ്റ് 4 digit number which when divided by 14, 9 and 6 leaves remainder 2 in each cases. ഓക്കെ, അപ്പോൾ റിമൈൻഡർ 2 വരുന്നത് ഇതിനകത്ത്. ഓക്കെ, അപ്പോൾ ഇത് ഏതായിരിക്കും? ഇവിടെ റിമൈൻഡർ 2 വരുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിജിറ്റൽ സം കോൺസെപ്റ്റിൽ നോക്കിയാൽ മതി. ഡിജിറ്റൽ സം കോൺസെപ്റ്റിൽ 2 ബാക്കി വരുന്നത് ഏതാണ് ഓപ്ഷൻസിലുള്ളത് അതായിരിക്കും ആൻസർ. ഡിജിറ്റൽ സം എന്ന് പറയുമ്പോൾ എന്താണ്? ഇതിൽ 9 ഉള്ളതാണെങ്കിൽ നമുക്ക് 0 ക്യാൻസൽ ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഡിജിറ്റൽ സം എന്ന് പറയുന്നത് 9 മാറ്റാം. 5 + 6 11 ആണ്. 11 എന്ന് പറയുമ്പോൾ 1 + 1 2. സോ ഡിജിറ്റൽ സം ഇവിടെ എത്രയാണ്? 2 ആണ്. ഓക്കെ, അപ്പോൾ ഇത് തന്നെയാണ് ആൻസർ. 2 ആണ് വരാണ്ടത്. സോ ആൻസർ ഇസ് ഓപ്ഷൻ എ. ബാക്കി നോക്കിയാലും നിങ്ങൾക്ക് ഡിജിറ്റൽ സം നോക്കുമ്പോൾ ഇവിടെ 9 ക്യാൻസൽ ചെയ്യാം. 8 ആണ് ഇതിൻ്റെ ഡിജിറ്റൽ സം, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, ഇവിടെ 9 പോയി. ഇനി 8 + 4 13. 1 + 3 എത്രയാണ്? 4. അപ്പോൾ ഇതിൻ്റെ ഡിജിറ്റൽ സം 4. ഇതിൻ്റെ ആണെങ്കിലോ 4 + 6 10, 1 + 0 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 14. Ramesh invested ₹50,000 at an annual compound interest rate of 5%. What will be the compound interest after 3 years? അപ്പോൾ ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 5% ആണ്. 3 years കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള 5%, 10%, 15%, 20. അപ്പോൾ ഇതെല്ലാം നമ്മൾ 2 year, 3 year, 4 year. അപ്പോൾ ഇത് ബൈ ഹാർട്ട് ആയിട്ട് പഠിച്ച് വെക്കേണ്ട വാല്യൂസ് ആണ്. സോ 5%ൻ്റെ 3 years എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് 15.7625. ഓക്കെ, പെർസെൻറ്റേജ്. ഇവിടെ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് 50,000 ആണ്. സോ 50,000 ഓഫ് 15.7625. അപ്പോൾ ഇതിന് നമുക്ക് റൗണ്ട് ചെയ്തിട്ട് 16 എന്ന് എടുക്കാം. ഓക്കെ, 16%. അപ്പോൾ ഇത് പെർസെൻറ്റേജ് 2 സീറോസ് ക്യാൻസലായി. സോ 16 × 5 80 വരും. സോ ഇറ്റ് ഈസ് 8,000 എന്ന് വരും. അപ്പോൾ നിയർലി 8,000ൽ ഓപ്ഷൻ ഉള്ള ആൻസർ വാല്യൂ ആയിരിക്കും ആൻസർ. സോ ഇവിടെ ഏതായിരിക്കും? ഓപ്ഷൻ ഡി 7881. ഇവിടെ എത്രയാണ്? 75 ആണ്. അപ്പോൾ നിയർലി ക്ലോസ് ടു 8,000 ഏതാണ്? ഇതാണ്. അതിനെക്കാട്ടും കുറവായിരിക്കും, കാരണം നമ്മൾ 16 കൂടുതലായിട്ടാണല്ലോ റൗണ്ട് ഓഫ് ചെയ്തത്. അപ്പോൾ ഒരിക്കലും 8,000 മോർ ആയിരിക്കത്തില്ല. ഓക്കെ, അപ്പോൾ ഇതല്ല. ഓക്കെ, നെക്സ്റ്റ്. ഹൗ മെനി ഡയഗണൽസ് ക്യാൻ ബി ദെയർ ഇൻ എ റെഗുലർ പോളിഗൺ വിത്ത് സൈഡ്സ് 37? ഇപ്പോൾ റെഗുലർ പോളിഗണിൽ നമ്പർ ഓഫ് ഡയഗണൽസ് കാണുന്ന ഫോർമുല എത്രയാണ്? ഫോർമുല ഈസ് നമ്പർ ഓഫ് ഡയഗണൽസ്. ഇറ്റ് ഈസ് n × n - 3/2. അപ്പോൾ ഇവിടെ n എന്ന് പറയുന്നത് 37 ആണ്. സോ ഇറ്റ് ഈസ് 37 × 37 - 3 ദാറ്റ് ഈസ് 34 /2. അപ്പോൾ ഇത് എത്രയാണ്? ഇത് 17 ടൈംസ്. ഓക്കെ, അപ്പോൾ 7 യൂണിറ്റ് ഡിജിറ്റ് നോക്കിയാൽ മതി. 7 × 7 49. 9 വെച്ച് എൻഡ് ചെയ്യുന്നതായിരിക്കും ആൻസർ. സോ 9 വെച്ച് എൻഡ് ചെയ്യുന്ന 2 ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ അതായിരിക്കില്ല. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എത്ര കിട്ടും? ഇറ്റ് ഈസ് 629 എന്ന് കിട്ടും. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ഒരു ഓപ്ഷൻ ഉള്ളുവെങ്കിൽ അത് അവിടെ വെച്ച് തന്നെ നമുക്ക് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് 16th. A boat travels 120 km downstream in 6 hours and 120 km upstream in 10 hours. What is the speed of the boat in still water? അപ്പോൾ ഇവിടെ ഡൗൺസ്ട്രീം സ്പീഡ് എന്ന് പറയുമ്പോഴത്തേക്കും എത്രയായിരിക്കും? ഡൗൺസ്ട്രീം സ്പീഡ് ഇസ് ഈക്വൽ ടു എത്രയാണ്? 120 km in 6 hours. സോ 120/6. അപ്പോൾ എത്ര വരും? ഇറ്റ് ഇസ് 20. അപ്സ്ട്രീം സ്പീഡ് എത്രയായിരിക്കും? ഇറ്റ് ഇസ് 120 km in 10 hours ആണ്. അപ്പോൾ 120/10 ദാറ്റ് ഇസ് 12. സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ എത്രയായിരിക്കും? ഡൗൺ സ്ട്രീം സ്പീഡ് പ്ലസ് അപ്സ്ട്രീം സ്പീഡ് /2. രണ്ടിൻ്റെ ആവറേജ് ആയിരിക്കും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 20 + 12/2. അപ്പോൾ എത്രയായിരിക്കും? 10 + 6 16. ഓക്കെ, 16 km/h. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 17. സിംപ്ലിഫൈ ദ എക്സ്പ്രഷൻ. ഇത്രയും തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയും വലിയ വാല്യൂസ് വരുമ്പോഴത്തേക്ക് ഒരിക്കലും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തോ ചെയ്യാണ്ടായിരിക്കില്ല. ഏതെങ്കിലും ഒരു ഫോർമുല ബേസ്ഡ് ആയിരിക്കും. അപ്പോൾ ഇത് ഏത് ഫോർമുലയാണ്? ഇറ്റ് ഇസ്
ഇവിടെ നോക്കിയാൽ മതി എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് മൈനസ് 3ABC ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ ബി മൈനസ് ബി സി മൈനസ് എ സി. ഓക്കെ, ആ ഫോർമുലയാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ പ്ലസ് ബി പ്ലസ് സി ആണ്. ഓക്കെ, അപ്പോൾ ഇത് അറിഞ്ഞിരിക്കണം. എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇറ്റ് ഈസ് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് മൈനസ് 3ABC ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ ബി. ഓക്കെ, മൈനസ് എ ബി മൈനസ് ബി സി മൈനസ് എ സി. അപ്പോൾ ആൻസർ മൂന്നും കൂടെ ആഡ് ചെയ്താൽ മതി. 2.3 പ്ലസ് 15.9 പ്ലസ് 3.7. ഓക്കെ, അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എത്ര കിട്ടും? ഇറ്റ് ഈസ് 2.3 പ്ലസ് 15.9 പ്ലസ് 3.7. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? 7 പ്ലസ് 3 10 0.9 ആയിരിക്കും വരുന്നത്. ലാസ്റ്റ് എൻഡ് ചെയ്യുന്നത് 15 17 20. അപ്പോൾ 20യെക്കാട്ടും കൂടുതലായിരിക്കും. സോ ഇറ്റ് ഈസ് 21.9. ഓക്കെ, നെക്സ്റ്റ് ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 18. The expenditure of Sudha is 150% more than her savings. If her expenditure decreases by 12% and savings increase by 37%, then by what percentage does her income increase? അപ്പോൾ ഇവിടെ എക്സ്പെൻഡിച്ചറും സേവിങ്സും തമ്മിലുള്ള റേഷ്യോ ആണ് തന്നിട്ടുള്ളത്. 150%. 150%ൻ്റെ ഫ്രാക്ഷണൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 3/2. 150/100 3/2, അല്ലെങ്കിൽ 100 പ്ലസ് 50% നോക്കിയാൽ മതി അല്ലേ. 100 1 ആണ് ഫ്രാക്ഷൻ വാല്യൂ, 50% 1/2 ആണ്. 1 പ്ലസ് 1/2 3/2. സോ എക്സ്പെൻഡിച്ചർ സേവിങ്സിൻ്റെ റേഷ്യോസ് ആണ്. എത്രയായിരിക്കും? എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് കൂടുതലാണ്. അപ്പോൾ സേവിങ്സ് 2 ആണെങ്കിൽ എക്സ്പെൻഡിച്ചർ എത്രയായിരിക്കും? ഇതിൻ്റെ ആഡ് ചെയ്തിട്ടായിരിക്കും. 2 + 3 5. സോ 5:2. ഇനി ഇവിടെ ഇൻക്രീസ് ചെയ്യുന്ന എന്താണ്? എക്സ്പെൻഡിച്ചർ ഈസ് ഡിക്രീസ് ആണ്. എക്സ്പെൻഡിച്ചർ ഈസ് ഡിക്രീസസ് ബൈ 12%. സോ ഇറ്റ് ഈസ് -12%. സേവിങ്സ് എത്രയാണ്? ഇൻക്രീസസ് ബൈ 37%. ഓക്കെ, 37%. അപ്പോൾ ഇവിടെ എത്ര വരും? 5 × 12 ദാറ്റ് ഈസ് ഈക്വൽ ടു 60. ഇവിടെ ചെയ്യുമ്പോഴത്തേക്കും 37 × 2 എത്ര? 74. അപ്പോൾ ഇവരുടെ ഡിഫറൻസ് എത്രയായിരിക്കും? ഇറ്റ് ഈസ് 14% ആയിരിക്കും. ഇനി ഇൻകത്തിൻ്റെ ചോദിച്ചത് എന്താണ്? ബൈ വാട്ട് പെർസെൻറ്റേജ് ഡസ് ഹർ ഇൻകം ഇൻക്രീസ്? ഇൻകം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിങ്സ് ആണ്. അപ്പോൾ ഇവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? എത്ര ചേഞ്ചാണ് സംഭവിച്ചിട്ടുള്ളത്? 14 യൂണിറ്റ്സ് ആണ്. ഓക്കെ, 14%. സോ ഇറ്റ് ഈസ് 14%. രണ്ടും കൂടെ ആഡ് ചെയ്യും. 14% ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്രയാണ്? സേവിങ്സ് ഇൻകം പ്ലസ് എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിങ്സ് എന്ന് പറയുമ്പോഴത്തേക്കും 5 + 2 7 യൂണിറ്റ്സ്. അപ്പോൾ ഡിവൈഡഡ് ബൈ 7 ദാറ്റ് ഈസ് ഈക്വൽ ടു 2%. അപ്പോൾ 2% ഇവിടെ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. 2%ൻ്റെ ഇൻക്രീസ് ആണ് സംഭവിച്ചിട്ടുള്ളത് സേവിങ്സിന്. ഓക്കെ, സോ ഇറ്റ് ഈസ് 2%. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 19. Find the area of a sector when the radius of the circle is 16.2 units and the length of the arc is 5 units. Just a direct formula ആണ്. Area of a sector, area is equal to half into L into R. അപ്പോൾ that is equal to half into L എത്രയാണ്? Length of arc is 5 units, radius is 16.2 units. Okay, so answer എത്ര വരും? It is 40.5. Option B. That is equal to 40.5 square units. അടുത്ത question number 20. During a sale of 50% of the goods are sold at a 49% profit, 32% of the remaining goods are sold at 45% profit, and the still remaining goods are sold at a loss of 15%. If there is an overall profit of X%, what is X? അപ്പോൾ ഇവിടെ ആദ്യം എത്രയാണ്? 50% ഗുഡ്സ്. ഓക്കെ, ഇപ്പോൾ 100 ടോട്ടൽ ഗുഡ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ പകുതി 50. ഓക്കെ, ഈ 50 ഗുഡ്സ് എത്രയാണ്? പ്രോഫിറ്റ് ഓഫ് 49%. ഓക്കെ, അപ്പോൾ ഇവിടെ എത്രയാണ്? 50 × 49%. അപ്പോൾ പെർസെൻറ്റേജ് മാറ്റുന്നു. ദാറ്റ് ഇസ് 0.49. ഇനി നെക്സ്റ്റ് റിമൈനിങ് ഗുഡ്സ് ബാക്കി എത്രയാണ്? ബാക്കി 50 ആണ്. അപ്പോൾ ബാക്കി ഈ 50യുടെ എത്ര പെർസെൻറ്റേജ് ആണ്? 32%. അപ്പോൾ 15ൻ്റെ 32% എന്ന് പറഞ്ഞാൽ തിരിച്ച് പറയാം 50% ഓഫ് 32 എന്ന് പറയാം. അപ്പോൾ എത്രയാണ്? ഹാഫ് 16. അപ്പോൾ ബാക്കിയുള്ള 16 യൂണിറ്റ്സ്, ഇതിൽ 16 യൂണിറ്റ്സ് എത്രയാണ്? സോൾഡ് അറ്റ് 32%, സോൾഡ് അറ്റ് 45% പ്രോഫിറ്റിൽ. ഓക്കെ, 45% പ്രോഫിറ്റിൽ സെല് ചെയ്തു. അപ്പോൾ 16 × 0.45 പ്ലസ് റിമൈനിങ്
റിമൈനിങ് ഗുഡ്സ് എത്രയാണ്? റിമൈനിങ് എന്ന് പറയുമ്പോൾ ഇവിടെ 50 വന്നു, 16 വന്നു. അപ്പോൾ റിമൈനിങ് എത്രയാണ്? ഇറ്റ് ഇസ് 34. അപ്പോൾ 34 ഗുഡ്സ് എന്ന് പറയുന്നത് ലോസ് ആണ് അല്ലേ, അറ്റ് എ ലോസ് ഓഫ് 15%. ലോസ് ആകുമ്പോൾ ഇവിടെ മൈനസ്. സോ മൈനസ് എത്ര വരും? 34 ഇൻറ്റു എത്രയാണ്? 15%. സോ 0.15. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂ ഓവറോൾ പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഒന്നുകിൽ ഇത് നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്യാം, ടൈം എടുക്കുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം? ഓപ്ഷൻസിൽ ഡിജിറ്റൽ സമ്മ മെത്തേഡിൽ നോക്കുക. അപ്പോൾ ഡിജിറ്റൽ സമ്മ ഇവിടെ എത്രയായിരിക്കും? ഇവിടെ 9 പോയി, അപ്പോൾ 5 × 4 9 അല്ലേ. അപ്പോൾ ഇവിടെ എത്ര വരും? ഇറ്റ് ഇസ് ഡിജിറ്റൽ സമ്മ എത്രയാണ്? സോറി, ഇവിടെ 5 × 4 20, സോറി 20. അപ്പോൾ ഇവിടെ എത്രയാണ്? ഡിജിറ്റൽ സമ്മ 2 പ്ലസ് ഇവിടെ 16ൻ്റെ ഡിജിറ്റൽ ഇത് 7 ആണ്. സോ 7 ഇൻറ്റു ഇവിടെ എത്രയാണ്? 9 ആണ്. സോ ഇറ്റ് ഇസ് 0 ആണ്. അപ്പോൾ 0 ആകുമ്പോൾ പോയി, ഇവിടെ 0. ഇവിടെ എത്രയാണ്? 3 + 4 7, 7 ഇൻറ്റു ഇവിടെ 6, ദാറ്റ് ഈസ് 42. 4 + 2 എത്രയാണ്? 6. ഓക്കെ, സോ -6. സോ 2 - 6 എത്രയാണ്? -4. അപ്പോൾ നെഗറ്റീവ് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? 9 എന്ന് അത് സബ്ട്രാക്ട് ചെയ്യുക. 9 - 4 അപ്പോൾ എത്രയാണ്? ദാറ്റ് ഈസ് 5. സോ ഡിജിറ്റൽ സം ഈസ് 5. അപ്പോൾ 5 ഡിജിറ്റൽ സമ്മ് വരുന്ന ആൻസർ നോക്കുക. ഏതായിരിക്കും 5 വരുന്ന? ഇത് എത്ര വരും? 9 ഇത് പോയി, 2 ആണ് ഇതിൻ്റെ ഡിജിറ്റൽ സമ്മ്. അപ്പോൾ ഇതല്ല. നെക്സ്റ്റ് ഓപ്ഷൻ ബി, ഇവിടെ 8 + 6 14. സോ 14, 1 + 4 5. അപ്പോൾ ഇവിടെ ഡിജിറ്റൽ സമ്മ് 5 ആണ്. സോ ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ. ബാക്കിയുള്ളത് നോക്കിയാലും നമുക്ക് വേറെ ഡിജിറ്റൽ സമ്മായിരിക്കും. അതും കൂടെ ചെക്ക് ചെയ്യണം. സെയിം വരികയാണെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ 7 ആണ്, ഇവിടെ എത്രയാണ്? 9 ആണ്. അപ്പോൾ ഡിഫറൻ്റ് ആണ് എല്ലാം. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 21. In the given figure, AB is the diameter that is parallel to the chord CD. If O is the center of the circle, find the measure of angle BCD. അപ്പോൾ AB എന്ന് പറയുന്ന ഡയമീറ്റർ ആണ്, O എന്ന് പറയുന്ന സെൻറ്റർ ആണ്, CD എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് പാരലൽ. അപ്പോൾ ഇവർ രണ്ടുപേരും പാരലൽ ലൈൻസ് ആണ്. ഓക്കെ, ഇത് രണ്ടും പാരലാണ്. സോ ഇത് പാരലാണ്. നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള ഏതാണ്? ആംഗിൾ BCD. അപ്പോൾ BCD, അപ്പോൾ ഈ ആംഗിളാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഈ ആംഗിളാണ്, ഇതാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, BCD. അപ്പോൾ ഈ ഫിഗറിൽ നമുക്ക് ഒരു ആംഗിൾ തന്നിട്ടുണ്ട്. ഇത് എത്രയാണ്? ദിസ് ഇസ് 66. അപ്പോൾ AB എന്ന് പറയുന്ന ഡയമീറ്റർ ആണെങ്കിൽ ഡയമീറ്ററിൽ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ ഇത് എത്രയായിരിക്കും? ഇറ്റ് ഇസ് ഓൾവേസ് 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ഡയമീറ്റർ എത്രയാണെങ്കിൽ ഇത് ടോട്ടൽ ഇറ്റ് ഇസ് 90 ഡിഗ്രി. അത് പ്രൂഫാണ്. അപ്പോൾ ഇത് ഇത്രയും 66 ആണെങ്കിൽ ഈ റിമൈനിങ് എത്രയായിരിക്കും? റിമൈനിങ് ഇസ് 24. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് എത്രയായിരിക്കും? 24 ഡിഗ്രി. ഓക്കെ, അപ്പോൾ 24 ഡിഗ്രി ആണെങ്കിൽ ഇതാ ഈ AC എന്ന് പറയുന്ന ആർക്ക് എടുത്തു കഴിഞ്ഞാൽ, ആർക്ക് AC എടുത്തു കഴിഞ്ഞാൽ സെയിം ആർക്കിൽ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾസ് ഒക്കെ എന്തായിരിക്കും? സെയിം ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ AC ആർക്കിൽ വരുന്ന ഈ ആംഗിൾ 24 ആണെങ്കിൽ ഇതും എന്ത് തന്നെ ആയിരിക്കും? ഇതും AC ആർക്കിൽ സബ്റ്റൻഡ് ചെയ്യുന്നത് തന്നെയാണ്. സോ ഈ ആംഗിൾ എത്രയാണ്? 24. അപ്പോൾ നമുക്ക് കിട്ടി ഇവിടെ ഉള്ളതും 24. ദിസ് ഈസ് 24. സോ ഇവിടെ ഇത് രണ്ടും പാരലൽ ലൈൻസ് ആണ്. ഓക്കെ, പാരലൽ ലൈൻസ് ആണ്. അപ്പോൾ ഈ ട്രാൻസ്വേഴ്സ് ഈ ആംഗിൾ 24 ആണെങ്കിൽ ഇതും എത്രയായിരിക്കും? 24. കാരണം എന്താണ്? ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആയിരിക്കും. സോ ദിസ് ഈസ് ഓൾസോ 24 ഡിഗ്രി. അപ്പോൾ ആൻസർ എത്രയാണ്? 24. അടുത്ത ക്വസ്റ്റ്യൻ. The sides of a triangle are 11 cm, 60 cm and 61 cm. What is the area of the triangle formed by joining the midpoints of the sides of the triangle? അപ്പോൾ 11, 60, 61 എന്ന് പറയുമ്പോൾ അത് പൈത്തഗോറിയൻ ട്രിപ്ലെറ്റ്സ് ആണ്. സോ ഇറ്റ് ഈസ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആകുമ്പോഴത്തേക്കും ഇതായിരിക്കും ഹൈപ്പോട്ടന്യൂസ്, 11, 60 ആയിരിക്കും അതിൻ്റെ ബാക്കി രണ്ട് സൈഡ്സ്. ഓക്കെ, സോ ഇത് 61, ഇത് 11, ഇത് 60. സോ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എന്താണ്? ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഇസ് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. സോ ദാറ്റ് ഈസ് 11 × 60. ചോദിച്ചിട്ടുള്ളത് ട്രയാങ്കിൾ ഫോംഡ് ബൈ ജോയിനിങ് ദ മിഡ് പോയിൻറ്റ്സ്. അപ്പോൾ മിഡ് പോയിൻറ്റ്സ് ജോയിൻ ചെയ്ത് വരുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 1/4 ഓഫ് ദ ടോട്ടൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ. സോ ഇവിടെ ഇൻറ്റു 1/4 കൂടെ ചെയ്താൽ മതി. സോ ഇൻറ്റു 1/4. അപ്പോൾ ഇത് എത്രയാണ്? 4, 15 ടൈംസ്. അപ്പോൾ 11 × 15. അപ്പോൾ എത്രയാണ്? ദാറ്റ് ഇസ് 165. 165 ഡിവൈഡഡ് ബൈ 2. സോ ആൻസർ ഇസ് 82.5 centimeter square. Next, question number 23. Find the approximate value of 1.81 square plus
ഫോർത്ത് റൂട്ട് ഓഫ് ഇത്. അപ്പോൾ അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. സോ ഇവിടെ നമുക്ക് 1.81 സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കും 18 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇറ്റ് ഈസ് 324. അപ്പോൾ 1.81 സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് 3 പോയിൻറ്റ് സംതിങ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ 3 പോയിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 3 എടുത്താൽ മതി. സോ ഇറ്റ് ഈസ് 3 പ്ലസ് ഇവിടെ എത്രയാണ്? ഫോർത്ത് റൂട്ട് ഓഫ് 625 ആയിട്ട് എടുക്കുക. 625ൻ്റെ ഫോർത്ത് റൂട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 5. അതായത് 5 × 5 25. 25 × 5 125. 125 × 5 625. അപ്പം ഫോർത്ത് റൂട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 5 ഡിവൈഡഡ് ബൈ ക്യൂബ് റൂട്ട് ഓഫ് 729 എടുത്താൽ മതി. ഇറ്റ് ഈസ് 9. ഓക്കെ, 9ൻ്റെ ക്യൂബാണ് 729 പ്ലസ് ഇനി അടുത്ത എത്രയാണ്? 9.82. അത് റൗണ്ട് ചെയ്തിട്ട് നമുക്ക് 10 ആയിട്ട് എടുക്കാം. പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 63.91 64 ആയിട്ട് എടുക്കാം. റൂട്ട് 64 എന്ന് പറഞ്ഞാൽ 8. അപ്പോൾ ഇവിടെ എത്രയാണ്? 8/9. ഓക്കെ, ഇവിടെ 8/9 പ്ലസ് 18 എന്ന് വരും. അപ്പോൾ 8/9 എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് ക്ലോസ് ടു 1 ആണ് അല്ലേ? 0.9 സംതിങ് ആയിട്ടായിരിക്കും. 0.99 ആ ഒരു രീതിയിലായിരിക്കും. അപ്പോൾ 0.88. ഓക്കെ, അപ്പോൾ ക്ലോസ് ടു 1 ആയിട്ട് എടുക്കുക അപ്രോക്സിമേറ്റ്. സോ 1 + 18 ദാറ്റ് ഈസ് ഈക്വൽ ടു 19 ആയിരിക്കും ഇതിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ, അതിൻ്റെ നിയർ ബൈ റൗണ്ട് ഓഫ് ചെയ്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 24. ദ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ റൈറ്റ് സർക്കുലർ കോൺ ഇസ് 2684 pi centimeter square and the diameter of its base is 44 centimeter. Find the height of the cone. അപ്പോൾ ഒരു കോണിൻ്റെ ഇവിടെ ഹൈറ്റ് ഓഫ് ദ കോൺ ആണ് കാണേണ്ടത്. സോ റേഡിയസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇത് 44 ഡയമീറ്റർ ആണെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 22. ഓക്കെ, 22. അപ്പോൾ ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കും. ഓക്കെ, ഇത് ലാറ്ററൽ ലെങ്ത്തും. ഓക്കെ, അപ്പോൾ ഇവിടെ പൈത്തഗോറിയൻ ട്രിപ്ലറ്റ്സിലായിരിക്കും എന്താണ് റേഡിയസും ഹൈറ്റും എല്ലും ഉണ്ടാവുന്നത്. അപ്പോൾ 22ൻ്റെ പൈത്തഗോറിയൻ ട്രിപ്ലറ്റ് അറിഞ്ഞാൽ മതി. 22 അതിനെ നമുക്ക് ഡിവൈഡ് ബൈ 11ൻ്റെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയുന്നത് ഇറ്റ് ഇസ് 11ൻ്റെ പൈത്തഗോറിയൻ ട്രിപ്ലറ്റ്സ് ആർ 11 60 61. അപ്പോൾ 22ൻ്റെ ആണെങ്കിൽ ഇതിനെ എന്ത് ചെയ്യണം? ഇൻറ്റു 2 ചെയ്താൽ മതി. സോ ഇറ്റ് ഈസ് 22 120 122. സോ ഹൈറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഹൈറ്റ് ആയിരിക്കുമ്പോൾ ഇതായിരിക്കും 120. സോ 120 ആയിരിക്കും ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പോൾ പൈത്തഗോറിയൻ ട്രിപ്ലറ്റ്സ് അറിയാമെങ്കിൽ ഡയറക്റ്റ് ചെയ്യാം. അതല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കേർഡ് സർഫസ് ഏരിയയുടെ ഫോർമുല വെച്ച് ചെയ്യണം. കേർഡ് സർഫസ് ഏരിയ എത്രയാണ്? πr/l. ഓക്കെ, ഇതിൽ നിന്ന് എൽ കിട്ടും. സോ തേർഡ് സൈഡ് എച്ച് കണ്ടുപിടിക്കുക. അപ്പോൾ അത്രയും ലെങ്തി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല, സമയമില്ല. അതുകൊണ്ട് ട്രിപ്ലറ്റ്സ് അറിഞ്ഞിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് 25th. സിംപ്ലിഫൈ ദ എക്സ്പ്രഷൻ sin² x + cos² x + tan² x. sin² θ + cos² θ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് 1. 1 + tan² θ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് sec² θ. ഓക്കെ, sec² x ആണ് ഇവിടെ. അപ്പോൾ ആൻസർ ഇസ് sec² x. ഓക്കെ, ഓപ്ഷൻ സി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് ഇതിൽ ചെയ്തിട്ടുള്ളത്. 25 ക്വസ്റ്റ്യൻസ് അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിനി ഓരോ ടെസ്റ്റിലും ഓരോ ലെവൽ മാറ്റി മിക്സ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാം. കാരണം നമ്മൾ എപ്പോഴും മിക്സ് ആയിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴായിരിക്കും അത് ഏറ്റവും ഗുണമാവുന്നത്. കാരണം നമ്മളിപ്പോൾ ഒരു ടോപ്പിക്ക് മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുമ്പോഴത്തേക്ക് അതിൽ മാത്രമായിരിക്കും നമ്മുടെ മൈൻഡ്. മിക്സ് ആയിട്ട് ചെയ്യുമ്പോൾ എല്ലാത്തിലോട്ടും പോവും. എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഓരോരോ കൺസെപ്റ്റ്സ് വെച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ടെസ്റ്റും ബാക്കി വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. സോ താങ്ക് യു ആൾ, ബൈ.